മുരാരി ബാബുവിന്റെ വീട്, അവിടെയും പരിശോധനയുണ്ട്. ഷിനോജ്, പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അപ്പോൾ മുരാരി ബാബുവിന്റെ വീട്ടിലെ ആ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ഉദ്യോഗസ്ഥരകത്തുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്? പൂച്ച രാവിലെ 6:30-ക്കാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള മുരാരി ബാബുവിന്റെ വീട്ടിലേക്ക് എത്തിയത്. 5 ഉദ്യോഗസ്ഥരാണ്, ഇഡിയിലെ 5 ഉദ്യോഗസ്ഥരാണുള്ളത്. ഇതിലൊരു വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള 5-അംഗ സംഘമാണ് നിലവിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. 6:30-ക്ക് അവർ അവിടെ എത്തി. 6:45 വീട്ടിൽ കയറി. മുരാരി ബാബുവിന്റെ ഭാര്യയും മക്കളുമാണ് ഈ വീട്ടിനകത്ത് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോട്ടീസ് ഉൾപ്പെടെയുള്ളവ മുരാരി ബാബുവിന്റെ ഭാര്യയെ കാണിച്ചു. തുടർന്നാണ് ഇത്തരത്തിൽ പരിശോധന തുടങ്ങിയത്. ഏതായാലും നിലവിൽ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ്. ഏകദേശം 3 മണിക്കൂർ ഈ പരിശോധന കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ SIT സംഘവും ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള ഈ മുരാരി ബാബുവിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീടാണ്, കാണുമ്പോൾ തന്നെ അറിയാം ഒരു അത്യാവശ്യം വലിയ വീടാണ്. നേരത്തെ ഈ ചങ്ങനാശ്ശേരി പെരുന്നയിൽ തന്നെ, അതായത് ഈ വീടിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു കുറച്ച് മാറിയാണ് മുരാരി ബാബുവിൻ്റെ പിതാവ് ഇവിടെ ഒരു ചെറിയ കട നടത്തിയിരുന്നത്. എന്നാൽ ആ സമയത്തൊക്കെ തന്നെ വളരെ സാമ്പത്തികമായൊക്കെ തന്നെ വളരെ അത്തരത്തിൽ വലിയ സാമ്പത്തിക വളർച്ച ഒന്നും തന്നെ ഈ മുരാരി ബാബുവിൻ്റെ കുടുംബത്തിനില്ലായിരുന്നു. പക്ഷേ ഈ ശബരിമലയിൽ പ്രത്യേകിച്ച് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായി മുരാരി ബാബു കയറിയതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച മുരാരി ബാബുവിന് ഉണ്ടായത്. പ്രത്യേകിച്ച് മുരാരി ബാബു തന്നെ സർവീസ് തുടങ്ങുന്നത് തന്നെ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടാണ്. അതിനുശേഷം ഒരു 2 വർഷം അവിടെ ജോലി ചെയ്തു. തുടർന്ന് 1997-ലാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായി മുരാരി ബാബു തന്റെ ജോലി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങുന്നത്. തുടർന്ന് വളരെ പെട്ടെന്നാണ് ഇത്തരത്തിലൊരു സാമ്പത്തിക വളർച്ച ഉണ്ടായത്. ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വീട് പോലും 2019-ലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ആ സമയം പ്രധാനമാണ്. 2019, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ വീട് പണിത്. കേവലം 1 വർഷം കൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം ഉൾപ്പെടെ പൂർത്തിയായിരിക്കും. തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ ED സംഘം പരിശോധിക്കുകയാണ്. നേരത്തെ SIT സംഘം എത്തിയ സമയത്ത് പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ SIT സംഘം പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ED-യുടെ അന്വേഷണമാണ്, അവർക്ക് പരിധികളൊന്നും തന്നെ ഇല്ല. അതിനാൽ തന്നെ കൂടുതൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ ED സംഘം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ, പ്രത്യേകിച്ച് SIT സംഘത്തിന് കണ്ടെത്താൻ കഴിയാതെ പോയ കാര്യങ്ങൾ കൂടുതലായിട്ട് ED-ക്ക് നിലവിൽ ഇപ്പോൾ കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയായിരുന്നല്ലോ ഇപ്പോൾ ED ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും അന്വേഷണം 3 മണിക്കൂർ, പരിശോധന 3 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഇത് എത്രത്തോളം സമയം നീണ്ടുപോകും എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം ED-യുടെ പരിശോധനയാണ്, നമുക്കറിയാം അത് എത്രത്തോളം സമയം വേണമെങ്കിലും അത് മുന്നോട്ട് പോകാം. എന്തായാലും പരിശോധന ഇപ്പോൾ ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള മുരാരി ബാബുവിന്റെ വീട് കേന്ദ്രമാക്കി തുടരുകയാണ്. ഓക്കെ, ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ